ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ. നമുക്കിന്ന് ഒരു പടക്കറി ഉണ്ടാക്കാം. പടക്കറി മമ്മിയുടെ സ്പെഷ്യൽ കറിയാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് മമ്മിയോട് ചോദിക്കാം. ഇതിനെന്തൊക്കെ വേണം മമ്മി? ഇതിന് മീൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് കരിമീനാണ്. പിന്നെ വെളിച്ചെണ്ണ, പച്ചമുളക്, ഇത് കാശ്മീരി ചില്ലിയാണ്, കടുക്, മഞ്ഞൾ, ഉള്ളി, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മസാല, പിന്നെ ഇത് കുരുമുളക് പൊടി, വിനാഗിരിയാണിത്. 3 ടേബിൾ സ്പൂണെങ്കിലും വേണം. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള നമ്മുടെ പേസ്റ്റ്, പിന്നെ ഒരു നാരങ്ങയുടെ നീര്, ഉപ്പ്, വെള്ളം. ഇത് നമ്മുടെ സാധാരണ മുളക് പൊടി, നമ്മുടെ നാടൻ. ഇനി നമുക്ക് തുടങ്ങാം. ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഇത് മീൻ പുരട്ടി വെക്കണം. ആദ്യം സാധാ മുളക് പൊടി ഇടട്ടെ. ഒരു 2 ടേബിൾ സ്പൂൺ. അത് ഒരു ടീസ്പൂൺ. മഞ്ഞൾ പൊടി 1/2 ടീസ്പൂൺ. ഗരം മസാല 1/2 ടീസ്പൂൺ. നാരങ്ങ നീര് മുഴുവൻ ഒഴിക്കണം. മുഴുവൻ ഒഴിച്ചേ. ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലേ? അത് ഒരു 1.5 ടീസ്പൂണോളം ഉണ്ട്. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം തോന്നുന്നല്ലേ? സ്വല്പം ഒഴിക്കും. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി മീൻ മാഗ്നേറ്റ് ചെയ്യണം. ഓരോന്നോരോന്നായിട്ട് ഇടാം. ഇത് ആലപ്പുഴയിൽ മാത്രമേ ഉള്ളൂ. ആലപ്പുഴയിൽ ഞാൻ കെട്ടി വന്ന കുടുംബത്ത് വെച്ച് കണ്ടിട്ടുള്ളതാണ് ഞാനിത്. ഒരു പുറത്തേക്ക് പോകുന്നവർക്ക് ഒക്കെ ഇത് കറി വെച്ച് കൊടുത്തു വിടാം. അപ്പോൾ ഇത് ചീത്താകാതെ ഇരുന്നോളും. സാധാ വറുത്ത മീനാണെങ്കിൽ വറുത്ത മീനാണെങ്കിൽ അത് ടേസ്റ്റും ഉണ്ടാകത്തില്ല. ഇതിന് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത്തിരി ഗ്രേവിയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് മാത്രം മതിയല്ലേ ചോറ്? അപ്പോൾ ഇത് മാത്രം മതിയാകും. പിന്നെ ഇതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കരിമീനാണ് എടുത്തിരിക്കുന്നത്. മത്തിയും അയിലയൊക്കെ വെക്കും. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന മീനുകളൊക്കെ വെക്കും. ഏത് മീനാണ് കൂടുതൽ ടേസ്റ്റ്? കൂടുതൽ ടേസ്റ്റ് കരിമീനാണ്. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വറുക്കാം. ഇല്ല, സിമ്മിലിടണ്ട, ഫുള്ളിലിട്ടര്. വേപ്പല 2 മീൻ ഇട്ടോ. എണ്ണയിൽ വേപ്പലൊക്കെ വന്നിട്ട് നല്ലൊരു മണം വരും. ഇനി മറിച്ചിടാം. നമുക്ക് മറിച്ചിടാം. ഇതിപ്പോൾ എല്ലാം ഏകദേശം എല്ലാം ആയിരിക്കുവാണ്. മുരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് എടുക്കാനായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തോട്ട് എടുക്കാം. വാഴയിലേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. എടുത്തു. ഇനി നമുക്ക് ഇതൊക്കെ അരപ്പ് കൂട്ടണം. ഇപ്പം ഇത് നമ്മൾ അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി, ഇതൊരു 4 ടേബിൾ സ്പൂൺ കാണും. പിന്നെ 1 ടീസ്പൂൺ കടുകും, പിന്നെ വിനാഗിരി ഇത് 2 സ്പൂൺ മതിയാവും. പിന്നെ 2 പീസ് വെളുത്തുള്ളി 2 എണ്ണം ഉണ്ട്. പിന്നെ ആവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിക്കുക. ഇനി അത് മിക്സിയിലിട്ട് അടിക്കണം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലല്ലേ വരേണ്ടത്? കുറേ വെള്ളമാണ്ടല്ലേ? ഇല്ല, കുറേ വെള്ളം ആകരുത്. നമുക്ക് അരപ്പും മൂപ്പിക്കണം. ഇത് ഈ പരുവം ശരിയാണ്, കറക്റ്റാണത്. ഇനി നമുക്ക് ഒരു ചട്ടി വെക്കണം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ ഒഴിക്കുവാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി,
ഇത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ചെറുതായിട്ടായിരിക്കും. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു ബൗളോളം, കപ്പോളം. ഒരു കപ്പോളം ഉണ്ട്. ഇതും അങ്ങോട്ട് വെച്ചിടാം. ഇനി അത് നമ്മൾ ഫുഡിലിട്ട് വാട്ടണം. നന്നായിട്ട് വാടണം അല്ലേ? വാടണം, നന്നായിട്ട് വാടണം. ഇതിൻ്റെ കൂടെ ഇതിൽ കറിവേപ്പില, കുറച്ച് കറിവേപ്പില, നമ്മൾ ആ മഞ്ഞൾ പൊടി ഒരു 1/2 ടീസ്പൂൺ, ഇനി അരച്ച് വെച്ചത്. ഇനി നമ്മൾ ഇതിനകത്ത് ഇത്തിരി വെള്ളം ഒഴിക്കണം. ഉപ്പിടണം. നല്ല കളറാണ് കറിക്ക് അല്ലേ? കാശ്മീരി ചില്ലി. ഇത് തിളക്കുമ്പോഴത്തേനും മീനിടാനായിട്ടുണ്ട്. മൂടി വെക്കണം. ഇത് തിള എല്ലാ സ്ഥലത്തും വരണം. തിള എല്ലാ സ്ഥലത്തും വന്നു കഴിയുമ്പോഴത്തേനും ഇത് നമ്മൾ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് വെക്കണം. 5 മിനിറ്റ് ആയിട്ടുണ്ടല്ലേ? ഇപ്പം നമ്മളിത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടിപൊളി. എല്ലായിടത്തും തിള വരുന്നുണ്ട്. നല്ല അരപ്പൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കണം. ആണ് ടേസ്റ്റ്. കോട്ട് ചെയ്ത് കുറെ വെള്ളത്തിൽ കിടക്കരുത്. നമ്മുടെ മീൻ പടക്കറി, കരിമീൻ പടക്കറി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചോറായിട്ട് റെഡി ആയിട്ട് വയ്ക്കാം. എന്താണ് കളറ്? ടേസ്റ്റ് ആയിട്ടാണ്. ടേസ്റ്റി. അടിപൊളി. ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി. ഞാൻ ചോറുണ്ട്. സൂപ്പർ. അടിപൊളി. സത്യത്തിൽ സൂപ്പർ ആയിട്ട്.